ഹലോ ഗായ്സ്, പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് വെൽസിലെ ലാൻഗോൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടൗണിലായിട്ടുള്ളത്. ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. They tell me that I'm never gonna make it. Something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me. ടൗൺ എന്ന് പറഞ്ഞാൽ സൈഡിലൂടെ നല്ല ഭംഗിയുള്ള ലാൻഗോളൻ കനാൽ ഒഴുകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഫുൾ സീനറീസ് ആയിട്ട് അവിടെ നല്ല ഭംഗിയുള്ള കോഫി ഷോപ്സ്, എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്ന സ്പോട്ട്, പ്രോപ്പർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലം. എവിടെ നോക്കിയാലും നമുക്ക് ഇൻസ്റ്റാഗ്രാം ഫ്രെയിമാണ്. അപ്പം ഇവിടെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് നമ്മൾ നേരെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാസ്റ്റൽ ദിനാസ് ബ്രാൻ എന്ന് പറഞ്ഞ അതിമനോഹരമായിട്ടൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മാത്രമല്ല അറൗണ്ട് ലൈക്ക് 10 to 20 minutes ഓഫ് ട്രക്കിംഗ് ഉണ്ട്. സിമ്പിളാന്നാണ് കേട്ടത്. അപ്പം നമുക്കൊന്ന് കയറി നോക്കാം, നല്ല സൺസെറ്റും കിട്ടും. അപ്പം അതിൻ്റെ മേലെ ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ഫോർട്ട് ഉണ്ട്. അപ്പം അത് ഒരുപാട് ഹിസ്റ്ററി ഉറങ്ങുന്ന ഒരു മണ്ണും കൂടിയാണ്. ഞാൻ ഈ യാത്ര ഒറ്റക്കല്ല, എൻ്റെ കൂടെ നമ്മളെ കഴിഞ്ഞ ട്രിപ്പിലുണ്ടായി നമ്മൾ ഷിജി ഉണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം സത്യം പറയാന്നുണ്ടെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു ടൗൺ കണ്ടിട്ടില്ല കേട്ടോ. പരങ്ങനെ സൈഡിൽ കൂടെ കനാലുണ്ട്, റെയിൽവേ ഉണ്ട്, ഫുൾ ഭംഗിയുള്ള ഇൻസ്റ്റഗ്രാമബിൾ കോഫി ഷോപ്സ് ആയിട്ടും പിന്നെ നമുക്ക് വേണ്ടി സൊവനീർ ഷോപ്പായിട്ടും തുടങ്ങിയ നല്ല വൃത്തിക്ക് എല്ലാം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാസ്റ്റൽ ദിനാസ് ബ്രാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഈ ടൗണിൽ തന്നെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. റിവർ റാഫ്റ്റിംഗ് ഉണ്ട്, നമുക്ക് ചെറിയ ബോട്ട് എടുത്ത് പോകണമെങ്കിൽ പോവാം. എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ. രണ്ട് രീതിയിൽ നമുക്ക് ഒന്ന് ട്രക്കിംഗ് പോകാം കേട്ടോ. ഒന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി പോകുന്നത് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് രണ്ടാമത് റിട്ടേൺ വണ്ടി എടുത്തിട്ട് നമ്മൾ എന്താക്കും, നമ്മളെ മെയിൻ സ്പോട്ടിലോട്ട് പോകുന്നത് വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. അറൗണ്ട് ലൈക്ക് ഇവിടുന്ന് ഒരു 10 to 12 minutes ഓഫ് ഡ്രൈവ് ഉണ്ട് നമുക്ക് അവിടേക്ക്. അവിടെ സെപ്പറേറ്റ് പാർക്കിംഗ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ട്രക്ക് ചെയ്യാൻ അത്രയും താല്പര്യമുള്ള ഹാർഡ് കോർ ട്രക്ക്, ഇവിടെ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് എവിടെ തിരിഞ്ഞാലും നമുക്ക് പാർക്കിംഗ് സ്പോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അറൗണ്ട് ലൈക്ക് 6.7 miles എന്ന് തോന്നുന്നുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക്. ഗൈസ്, ആ കാണുന്നതൊക്കെ കഫേയാണ് കേട്ടോ. ഈ കഫേത്തെ പോലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതും കിട്ടും, പ്ലസ് ഈ വ്യൂവും കിട്ടും. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് വേണമെങ്കിൽ ട്രെയിൻ എടുത്തിട്ട് പോവാം. നമുക്ക് ഈ പറഞ്ഞ കനാൽ കൂടെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്, പ്ലസ് നമുക്ക് റാഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ റാഫ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ടൗൺ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നമുക്ക് ഇത്രയും ഭംഗിയും അത്രയും നീറ്റായിട്ടുള്ള സ്പോട്ടാട്ടത്. അപ്പം ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീഡിയോയിൽ ഒതുക്കാൻ കഴിയാത്തതുകൊണ്ടും നമുക്ക് അധിക സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ ദിനാസ് ബ്രാൻ എന്നുള്ള സ്ഥലത്തോട്ട് മാത്രമായിട്ട് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പോകേണ്ട റോഡ്. ടൗണിൽ നിന്നൊരു ചെറിയ ഡീവിയേഷൻ എടുത്താൽ നമുക്ക് ഇങ്ങനത്തെ റോഡിലോട്ട് കയറാം. ഇത് കുത്തനായിട്ട് കയറണം. ഇതിന്ന് ഗൈസ് ഒരു ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല. ഈ റോഡിൽ കൂടെ നമ്മൾ കയറി പോകുന്നത്. നമ്മളെ കാറ് ഇവിടെ ഉണ്ട്. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നോക്കി ഗൈസ്. ഇന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇന്ന് അത്യാവശ്യം ക്ലൗഡിയാണ്. കുഴപ്പമില്ല, സൺസെറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കയറാം കേട്ടോ. നമുക്ക് മേലെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈക്കുള്ള സ്നാക്സോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും എടുക്കാന്നുണ്ടെങ്കിൽ മേലെ പോയിട്ട് നമുക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. പ്രോപ്പർ ഹൈക്കിംഗ് ഗിയേഴ്സും കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ടായിരുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കിങ് ബൂട്ട്സോ അല്ലെങ്കിൽ ഗ്രിപ്പുള്ള ടൈപ്പ് സ്പോർട്സ് ഷൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഇവിടെ ഗ്രേവിലുണ്ട്, മഡ് ഉണ്ട്, അങ്ങനെ എല്ലാ ടൈപ്പ് പാത്തും ഉണ്ട് നമുക്ക്. അപ്പം അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. പിന്നെ കണ്ടിട്ട് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. ഏതായാലും പോയി നോക്കാം. തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഗൈസ്, വണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഇതാട്ടോ നമ്മൾ വണ്ടി. ഇവിടുത്തെ ഷീപ്സ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. ഇവരാണ് ഈ ഹില്ലിൻ്റെ റെസിഡൻസ് എന്ന് പറയുന്നത്. അപ്പം അവർ നമ്മളെ ജഡ്ജ് ചെയ്യും. നമ്മളങ്ങ് നോക്കി നിൽക്കും. നമ്മൾ മെയിൻ്റെ ആക്കണ്ട, സ്ട്രേറ്റ് നടന്നാൽ മതി. മെയിൻ്റെ ആക്കി അതിനെ പറ്റി ഞാൻ പോയി പറയാൻ പറ്റില്ല. നല്ല കുത്തു കിട്ടും ചിലപ്പോൾ. സണ്ണ് കിട്ടി തുടങ്ങി കേട്ടോ. ക്ലൗഡ് നീങ്ങി വരുന്നുണ്ട്, സണ്ണ് കിട്ടി തുടങ്ങി. ഈ കാണുന്ന സ്ഥലം ഇതൊരു കോമ്പൗണ്ട് ആയിട്ട് വെച്ചിരിക്കണേ. ഒരു ഗേറ്റ് തുറന്നാൽ വന്നത് ഇത് നെക്സ്റ്റ് ഗേറ്റ് കേട്ടോ. ഈ ഗേറ്റ് തുറന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പാർട്ടിക്ക് കയറണം. അപ്പം എനിക്ക് തോന്നുന്നത് ഓരോ പാർട്ടായിട്ടുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. സെക്ഷൻ പാർട്ട് 2 കടന്നു കേട്ടോ. നല്ല സ്റ്റീപ്പാട്ടോ, പക്ഷേ വല്ലാണ്ട് കയറല്ലാത്തതുകൊണ്ട് ടെൻഷനില്ല. പാത്ത് വരുന്നത് കംപ്ലീറ്റ്ലി സിഗ്സാഗ് ആട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. മാക്സിമം 20 minutes ആണ് നോക്കിയിട്ട് കാണാൻ പറ്റിയത്. പൈസ കാണുന്ന റോഡാട്ടോ. നമ്മൾ ഇത്രയും കയറി പോകുന്നു കേട്ടോ. ഇവനെ മനുഷ്യനല്ല കേട്ടോ. പോണോക്കി. ഇപ്പൊ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിട്ടോ. ഇവിടെ കണ്ടങ്ങള് കാക്ക എന്തുകൊണ്ടാണ് ഇവിടെ ക്രോ വെച്ചതെന്നും മേലുള്ള ഫോർട്ടിനും ഒരു ചരിത്രം ഉണ്ട് കേട്ടോ. ഞാൻ മേലെ എത്തിയിട്ട് ഞാൻ ആ ഫോർട്ട് കാണിച്ചിരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. 10 out of 10 ബെഞ്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബെഞ്ചിന്റെ വ്യൂ നോക്കിക്കേ. എത്തിട്ടോ. നമ്മളിത് ഇങ്ങനെ വളഞ്ഞാൽ എത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കണ്ട ഗൈസ്, എന്തൊരു മൈൽ സ്റ്റോൺ പോലെ എന്തോ സെറ്റ് ചെയ്താൽ തോന്നുന്നുണ്ട് കേട്ടോ. ഡോണ്ട് നോ ദ ഹിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മേ ബി. ഗൈസ്, നമ്മുടെ ഫോർട്ട് കേട്ടോ. സ്ഥലം ഒരു രക്ഷയില്ല, സൂപ്പർ സ്ഥലം.
എന്താണെന്നറിയില്ല, ബാഗിലുണ്ടേക്കാരും മേ ബി വിൻഡ് വളരെ കുറവാട്ടെന്ന് മേ ബി നിങ്ങൾക്ക് ഒരേപോലെ ഫീൽ ചെയ്തേക്കാം സ്ഥലങ്ങൾ, പക്ഷേ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സ് ആട്ടോ അവിടെ മൊത്തത്തിലുള്ള. ഇതിൻ്റെ ഒരു ക്വിക്ക് ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. AD 600 മുതൽ ഈ ഹില്ല് മൊത്തം ഫോർട്ടിഫൈഡ് ആയതാട്ടോ, ഫോർട്സും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് AD 600 മുതൽ ഇത് ഇങ്ങനെ സ്ഥലമായി മാറിട്ടോ. ഇവിടെ ഇപ്പം മേലെ കയറിയപ്പോൾ നമുക്ക് അത്യാവശ്യം വിൻഡ് കിട്ടുന്നു കേട്ടോ. പക്ഷേ ഞാൻ DJൻ്റെ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വോയിസ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ നമുക്ക് നോക്കാട്ടോ എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. പക്ഷേ ഇത് വന്നിട്ട് ഇംഗ്ലണ്ട് പിടിച്ചെടുത്തുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഇത് റീബിൽഡ് ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തിന് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഈ എന്താ പറയുക ഗേറ്റ് ഹൗസിൻ്റെ റിമെയിൻസ് കേട്ടോ. ഓക്കെ, ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മറ്റേ ഒരു സെല്ല് പോലെ സ്ഥലം കാണുന്നുണ്ട്. ഈ കാണുന്ന ഗേറ്റ് ഉണ്ടോ, ഇതിൻ്റെ റിമെയിൻസ് ഇപ്പോഴും ബാക്കിയുണ്ട് കേട്ടോ. ഇതിൻ്റെ കോട്ടൻ്റെ ഭാഗമാണ്, ഇതാണ് ഇതിൻ്റെ ഗേറ്റ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ഗേറ്റ് റിമെയിൻസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അവിടേക്കൊക്കെ കോട്ട നിരന്ന് നിൽക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു കാര്യങ്ങൾ കാരണം ഇവർ തന്നെ ഇത് മൊത്തത്തിൽ കത്തിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഹിസ്റ്ററിയിലുള്ളത്. ഇത് ഫുൾ കരിങ്കല്ലും പ്ലാസ്റ്ററും കൊണ്ടുണ്ടാക്കിയ സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ഈ കോട്ടൻ്റെ ഉള്ളിൽ പ്രോപ്പർ ടോയ്ലറ്റ്, ചൂട് കായുള്ള സ്ഥലം, ഇങ്ങനെ പോയിട്ട് ഒരുപാട്. ഇതൊരു മിലിറ്ററി ഫോർട്ട് മാത്രമല്ല കേട്ടോ, എന്താ ഇപ്പോൾ പറയുക, ഇതൊരു സ്പ്ലെൻഡിഡ് റോയൽ പാലസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇവർ അത്യാവശ്യം സുഖിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടുന്നും കാര്യങ്ങൾക്ക് ഇവർക്ക് ചുറ്റിനുള്ള 360 വ്യൂ കേട്ടോ. അവിടെ കണ്ടോ, ഫുൾ 360 വ്യൂ കിട്ടുന്ന സ്ഥലം തന്നെ കേട്ടത്. ഇവരെ ആക്രമിക്കാൻ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് വളരെ സിമ്പിളായിട്ട് സ്പോട്ട് ചെയ്യാനും സ്പോട്ടിൽ തന്നെ അവർക്ക് തീർക്കാനും പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസുമായിട്ട് ഒരു സുഖകേന്ദ്രം. നോക്കിക്കേ, നമ്മളെ ബ്രിട്ടീഷ് പീപ്പിൾ അതിനെ സമ്മതിച്ചില്ല. അതിൻ്റെ ശേഷമുള്ള മൂവ്മെൻറ്റിൽ ബാക്കി വന്ന റിമെയിൻസ് ആയിട്ട് ഈ കാണുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞതെന്ന് വെച്ചാൽ 360 വ്യൂ കിട്ടുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് വേറെ ഇല്ല എന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞത് കേട്ടോ. ക്ലിയർ ഡേയിൽ, അതായത് വെതറും കാര്യങ്ങളും ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരുപാട് മൈൽസ് ദൂരത്തേക്ക് ഉള്ള വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. പിന്നെ ഇവിടെ ഒരു മിത്ത് ഉണ്ട് കേട്ടോ, അതും ഇവിടെ ലോക്കൽസിൻ്റെ ഇടയിലുള്ള സംസാരമാണ്. ഇപ്പോൾ നമ്മൾ പ്രേതങ്ങളൊക്കെ വിശ്വസിക്കുന്നില്ല, ഡിപ്പെൻസ് അപ്പോൺ യു. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ സൺസെറ്റിൻ്റെ സമയമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ടുന്ന സമയത്ത് ഈ ഫോർട്ടിൽ നിന്ന് ബിട്രേഡ് ആയിട്ട് ഇവർ കൊന്നു കളഞ്ഞ ഏതോ ഒരു വെൽഷ് പെണ്ണ് ഇവിടെ പ്രേതമായിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആക്രമിക്കുന്നല്ല, പക്ഷെ നമ്മളെ പേടിപ്പിക്കും. അങ്ങനത്തെ 1-2 സംഗതികളുണ്ട് കേട്ടോ. അത് ശരിയാണോ തെറ്റാണോ വി ഡോണ്ട് നോ. പിന്നെ ഞാൻ അടിയിൽ നമ്മൾ ഏറ്റവും ഇങ്ങോട്ട് കയറി പോകുന്നപ്പോൾ ഞാനൊരു ഗേറ്റ് കാണിച്ചെന്നില്ലേ, നമുക്കൊരു ക്രൗൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചേ. സ്ഥലത്തിൻ്റെ പേര് കാസിൽ ദിനാസ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതാണ് നമ്മൾ കാണുന്ന കാസിൽ. ദിനാസ് എന്ന് പറഞ്ഞത് ഈ വെൽഷിൽ പറയുമ്പോൾ ക്രൗ എന്നാണ് കേട്ടോ. ക്രൗനുള്ള കാസിൽ എന്ന രീതിയിലായിട്ട് അറിയപ്പെടുന്നത്. ഈ ഫോർട്ടിന് ചുറ്റുമായിട്ട് കുറച്ച് കാക്കകൾ ഇങ്ങനെ കറങ്ങി കുറച്ച് നടന്നു കേട്ടോ. മേ ബി ഇതൊക്കെ ഒരു മിത്തായിരിക്കും, മേ ബി ആയിരുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ ഹിസ്റ്ററി അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ വ്യൂ കേട്ടോ. ഇവിടെ ഭയങ്കര കാറ്റാട്ടോ, അവിടെ കിടിലം കാറ്റവിടെ. അപ്പോൾ ഗൈസ് സൺസെറ്റ് ഇപ്പോൾ കിട്ടില്ല എന്നുള്ള കാര്യം അത്യാവശ്യം നല്ല കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇങ്ങോട്ടുള്ള ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥലം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.